ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹൗ മച്ച് ഡസ് ഇന്ത്യ സ്പെൻഡ് ഓൺ ഹെൽത്ത് കെയർ? ഇന്ത്യ ഏകദേശം എത്ര രൂപ ആരോഗ്യരംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? The total per capita government spending on healthcare has nearly doubled from rupees 1008 per person in financial year 2015 to rupees 1944 in financial year 20, but it's still low. എന്താണ് ഗവൺമെൻറ് എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 2015 സാമ്പത്തിക വർഷം ഗവൺമെൻറ് ചെലവഴിച്ചത് കേവലം 1008 രൂപയാണ്. അഥവാ ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചത് കേവലം 1008 രൂപ. അത് 2020 ആയപ്പോഴേക്ക് അത് എത്രയായിട്ട് വർദ്ധിച്ചു? 1944 വർദ്ധിച്ചു. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ലോ. എന്നിരുന്നാലും അത് വളരെ കുറവാണ്. The total expenditure by the center and state, മൊത്തം സെൻട്രും അഥവാ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിൽ ഉള്ള ചെലവ്, അവരുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പരിശോധിച്ചാൽ അത് മൊത്തം 2.6 ട്രില്യൺ റുപ്പീസ്, 2.6 ട്രില്യൺ രൂപയാണ്. പക്ഷേ അത് കേവലം എത്രയേ ഉള്ളൂ? 1.29%. GDPയുടെ 1.29% മാത്രമാണ് ഉള്ളത്. ഇനി മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ് എന്ന് നോക്കാം. ഡെവലപ്ഡ് നേഷൻ, വികസിത രാജ്യങ്ങൾ ആരൊക്കെ? യു എസ് 16.9%, ജർമ്മനി 11.2%, ഫ്രാൻസ് 11.2%, ജപ്പാന് 10.9%. അവരുടെ GDPയുടെ ഇത്ര ശതമാനം അവരൊക്കെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? ആരോഗ്യരംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഇനി ബ്രിക്സ് രാജ്യങ്ങളെടുത്ത് പരിശോധിക്കാം. എന്താണ് ബ്രിക്സ് രാജ്യങ്ങൾ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളുടെ സംഘടനയാണ് എന്ത്? ബ്രിക്സ്. ബ്രിക്സ് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിൽ ഇന്ത്യയാണ് ഏറ്റവും കുറവ് ചെലവഴിക്കുന്നത്. ബ്രസീൽ സ്പെൻസ് ദ മോസ്റ്റ്. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്, 9.2%. ഇന്ത്യയുടെ അത്ര പോലും പല കാര്യങ്ങളിലും വികസനമില്ലാത്തൊരു രാജ്യമാണ് ബ്രസീൽ. പക്ഷേ ബ്രസീൽ പോലും എത്ര ചെലവഴിക്കുന്നുണ്ട്? 9.2%. അവരുടെ GDPയുടെ 9.2% ഹെൽത്ത് കെയറിന് വേണ്ടി ചെലവഴിക്കുന്നു. സൗത്ത് ആഫ്രിക്ക എത്ര ചെലവഴിക്കുന്നു? 8.1%. റഷ്യ 5.3%. അതോടൊപ്പം ചൈന 5% ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇന്ത്യ കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ ഹാസ് ട്രഡീഷണലി സ്പെൻഡ് ലെസ് ഓൺ ഹെൽത്ത്. ആരോഗ്യരംഗത്തിന് വേണ്ടി ഇന്ത്യ വർഷങ്ങളായിട്ട് വളരെ കുറവാണ് ചെലവഴിക്കുന്നത്. 90% ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ബീയിങ് ഓൺ ദ റവന്യൂ സൈഡ്. 90% ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ചെലവുകൾ എന്താണ്? റവന്യൂ സൈഡിലാണ്. റവന്യൂ സൈഡ് എന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടുന്ന മാർഗത്തിന് വേണ്ടിയാണ്. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയൊന്നും പ്രത്യക്ഷത്തിൽ വരുമാനമുണ്ടാക്കുന്നവയല്ല. വരുമാനമുണ്ടാക്കുന്ന മാർഗങ്ങളിലാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് ചെലവുകൾ കൂടുതലും വരുന്നത്. ഇൻ ദ ഫസ്റ്റ് 5-year പ്ലാൻ, ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ 3.4% ഓഫ് ദ ടോട്ടൽ പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഫോർ ഹെൽത്ത് ഔട്ട്ലേസ്. മൊത്തം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നീക്കിയിരിപ്പിൻ്റെ 3.4% ആരോഗ്യരംഗത്തിന് വേണ്ടിയായിരുന്നു. ഇതെന്താണ്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതി ആയപ്പോഴേക്ക് 6.5% ആയിട്ട് വർദ്ധിച്ചു. അഥവാ ആ 5 വർഷത്തേക്ക് നീക്കിവെച്ച ഫണ്ടിൻ്റെ കേവലം 6.5% മാത്രം ആരോഗ്യരംഗത്തിന് നീക്കിവെച്ചത്. ഇൻ ഫിനാൻഷ്യൽ ഇയർ 2020, അതായത് 2020 സാമ്പത്തിക വർഷം, ദ പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വാസ് ലെസ് ദാൻ 200 rupees per person, with 12 states spending under 1% of GSDP on health care. 2020 ആരോഗ്യ വർഷം മൊത്തം ഒരാൾക്ക് വേണ്ടി ചെലവാക്കിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ആരോഗ്യരംഗത്തിന് വേണ്ടി ചെലവാക്കിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? കേവലം ഒരു വ്യക്തിക്ക് 200 രൂപയാണ്. അതിൽ തന്നെ 12 സംസ്ഥാനങ്ങൾ അവരുടെ GSDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, സംസ്ഥാനങ്ങളുടെ വരുമാനം, അവരുടെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൻ്റെ 1%-അടിയിലാണ്
ആരോഗ്യരംഗത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇത്ര പ്രാധാന്യത്തോടു കൂടി കാണാനുള്ള കാരണം എന്താണ്? വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? ക്യാൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് ബൂസ്റ്റ് ദ എക്കണോമി? ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്കണോമിയെ പോസിറ്റീവായിട്ട് ബാധിക്കുമോ? എക്കണോമിക്ക് മെച്ചമുണ്ടാക്കുമോ? IMF has said in its annual Article 4, IMF അതിൻ്റെ വാർഷികമായി അവരിറക്കുന്ന ആർട്ടിക്കിൾ 4 റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ദാറ്റ് ഇന്ത്യ ക്യാൻ ബൂസ്റ്റ് ഇറ്റ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇന്ത്യക്ക് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്? മാനുഷികപരമായ ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമ്മൾ പറയില്ലേ, അതായത് ഒരു മനുഷ്യൻ എന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി എന്ന് പറയും. അതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും. എന്തിലെ? എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും ഇൻവെസ്റ്റ് ചെയ്താൽ. ഇൻ 2018 it identified poor public health as the 12th most important hurdle for ease of doing business. 2018 IMF കണ്ടെത്തിയത് എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാൽ ബിസിനസ് ചെയ്യുന്നത് എത്രത്തോളം എളുപ്പമാണ് എന്ന കണക്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് തടസ്സമാകുന്ന 12ാമത്തെ ഒരു ഘടകം എന്താണ്? പുവർ പബ്ലിക് ഹെൽത്ത്. വളരെ ശോഷിച്ച പൊതു ആരോഗ്യ സംവിധാനമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഇന്ത്യയിൽ തടസ്സമാകുന്നത്. മറ്റൊന്നെന്താണ്? അതാണ് ക്രൈം, അതായത് കുറ്റകൃത്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതിന് ഒരു കാരണം എന്താണ്? ഇത്തരത്തിലുള്ള താഴ്ന്ന ആരോഗ്യ സംവിധാനമാണ്. അതുപോലെയുള്ള മറ്റ് പല കാര്യങ്ങൾ. ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ആർ എ കീ റെക്കമെൻഡേഷൻ ഇൻ ഇറ്റ് സജഷൻ ഫോർ ലേബർ മാർക്കറ്റ് റിഫോം. ലേബർ മാർക്കറ്റ് റിഫോം എന്താണ്? തൊഴിലാളി സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുക. അതിൽ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്താണ്? ആരോഗ്യം, തൊഴിലാളികളുടെ ആരോഗ്യവും, രണ്ടാമത്തേത് അവരുടെ തൊഴിലിടങ്ങളുടെ അവസ്ഥയും, ഇതെല്ലാം മെച്ചപ്പെടുത്തുക എന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എക്കണോമിയിലെ എല്ലാ കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ദ ഹെൽത്ത് സെക്ടർ ക്രിയേറ്റ്സ് ബോത്ത് ഹൈ ആൻഡ് ലോ സ്കിൽ ജോബ്സ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താണ്? കൂടുതൽ ഹോസ്പിറ്റലുകൾ, കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ നഴ്സുമാരൊക്കെ വരുമ്പോൾ നല്ല ഹൈ സ്കിൽഡ് ആൻഡ് ലോ സ്കിൽഡ് ജോബ്സ്, ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടി വർദ്ധിച്ചു വരും. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈമിംഗ് ദ സർവീസ് ആൻഡ് മാനുഫാക്ചറിങ് സെക്ടർ. ഈ സർവീസ് സെക്ടറും മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തിനു സാധിക്കും? ഹെൽത്ത് സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുമെന്നാണ് IMF മുന്നോട്ട് വെക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വാട്ട് ഡു വി നീഡ് ടു ഡു? ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ക്യാൻ റൈസ് ഇറ്റ് സപ്ലൈ. ഹെൽത്ത് കെയർ രംഗത്തെ സപ്ലൈ വർദ്ധിപ്പിക്കാം. എങ്ങനെയാണ് സപ്ലൈ വർദ്ധിപ്പിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയിലുള്ളത് 8.5 ഹോസ്പിറ്റൽ ബെഡ്സ് ആൻഡ് 8 ഫിസിഷ്യൻ പെർ 10,000 പീപ്പിൾ. ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ എന്താണ്? 10,000 ജനങ്ങൾക്ക് കേവലം 8.5 ബെഡും 8 ഡോക്ടർമാരും മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ഇത് നമുക്ക് ജപ്പാൻ്റെയും സൗത്ത് കൊറിയയുടെയും നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അവിടേക്ക് എങ്ങനെയാണുള്ളത്? 10,000 ജനങ്ങൾക്ക് 100 ബെഡ് വീതം ഉണ്ട്. ഫോർ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എ സ്പെഷ്യലി ഡിസൈൻഡ് ഫിസ്ക്കൽ സ്റ്റിമുലസ് ക്യാൻ ബി ഫണൽഡ് ഇൻ ടു പബ്ലിക് ഹെൽത്ത് ആൻഡ് പോളിസി ബോട്ടിൽ നെക്സ് removed so that the sector becomes the engine of GDP growth. അതിനെന്താണ്? നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരണം. പബ്ലിക് ഹെൽത്തും പോളിസിയെയും അതിൻ്റെ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് GDP ഗ്രോത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക പാക്കേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം.
സബ്സിഡൈസ്ഡ് ലോൺസ്, അതുപോലെ തന്നെ എന്താണ് ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് സബ്സിഡൈസ്ഡ് ലോൺസ് വില കുറഞ്ഞ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോൺ കൊടുക്കുക. ഇയർ മാർക്ക് ലാൻഡ്സ്, അതിനുവേണ്ടി പ്രത്യേക ഭൂമി നീക്കി വെക്കുക, പുതിയ ഹോസ്പിറ്റലുകൾ, റിസർച്ച്, ആരോഗ്യരംഗത്തെ റിസർച്ച് തുടങ്ങിയവർക്ക് വേണ്ടി. സിംഗിൾ വിൻഡോ അപ്രൂവൽസ്, കൂടുതൽ തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാത്തിനും അതിനു വേണ്ട ആവശ്യങ്ങൾക്കൊക്കെ അപ്രൂവൽ കൊടുക്കുക. ടാക്സ് ഹോളിഡേയ്സ്, ഇന്ന ആവശ്യത്തിന് വേണ്ടി ആരോഗ്യരംഗത്തെ എന്തെങ്കിലും സംവിധാനത്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് മുക്തമാക്കി കൊടുക്കുക. ഇത്തരത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, ബൈ.